നമസ്കാരം ട്രേഡേഴ്സ്, നമസ്കാരം ഇൻവെസ്റ്റേഴ്സ്. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന ഒരു സമയത്ത്, അതായത് രാവിലെയും വൈകിട്ടും US ഫ്യൂച്ചർ ഏകദേശം ഒരു 1000 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ് ഓൾറെഡി ഉണ്ടായിരുന്നു. US ഫ്യൂച്ചർ ഓൾമോസ്റ്റ് 24 അവർ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ കോൺട്രാക്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായ അവസ്ഥയിൽ ഈ ഒരു US ഫ്യൂച്ചർ ഇന്ത്യൻ മാർക്കറ്റ് സമയത്ത് ഇത്ര വലിയ ഇടിവ് ഉണ്ടാകുമ്പോൾ US മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ അത് റിക്കവറി രേഖപ്പെടുത്താറുണ്ട്. പക്ഷേ ഇന്നലെ അത് സംഭവിച്ചില്ല. ഇന്നലെ US മാർക്കറ്റ് 2020 കോവിഡിന് ശേഷം നടത്തിയ ഏറ്റവും വലിയൊരു ഇടിവിലാണ് ഇന്നലെ US മാർക്കറ്റ് സാക്ഷ്യം വഹിച്ചത്. എത്രയാണോ ഇന്ത്യൻ മാർക്കറ്റ് സമയത്ത് US ഫ്യൂച്ചർ ഫോളോ ആയിരുന്നത്, അതിൽ കൂടുതൽ US മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ ഫോളോ ആയിട്ടുണ്ട് നാസ്ഡാക്കും. അപ്പോൾ നാസ്ഡാക്കും ഡോയും ഭീകരമായ രീതിയിൽ ഫോളോ ആയിട്ടുണ്ട്. ആദ്യം നമുക്ക് ജസ്റ്റ് അതൊന്ന് കാണാം. സ്ക്രീനിൽ കാണുന്നുണ്ട്. നാസ്ഡാക്ക് എത്ര പോയിൻ്റാണ്? 1050 പോയിൻറ്റ്. പെർസെൻറ്റേജ് അടിസ്ഥാനത്തിലോ 5.97%. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാൻ, നിഫ്റ്റി ഒരു ദിവസം ഒരു 6% ഇടിവ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എത്ര തീവ്രമാണ്. അതുപോലെ തന്നെ ഡോ എത്ര പോയിൻ്റാണ്? 4%. 1679 പോയിൻറ്റ്. 4% ഫോളോ ആയിട്ടുള്ളത്. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റാണ്. FTSE, CAC 40, ഡാക്സ്. യൂറോപ്യൻ മാർക്കറ്റും ഭീകരമായ രീതിയിൽ 3%, 3.3, 1.5. ഇനി അതിന് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈവൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറും വീണ്ടും ഫർദറായിട്ട് 100 പോയിൻറ്റ് ഫോളോ ആയിട്ടുണ്ട്. ഇന്നലെ നിക്കി, ജപ്പാൻ മാർക്കറ്റാണ്, ഇന്നലെ ഓൾമോസ്റ്റ് 2% മുകളിൽ ഫോളോ ആയ ജപ്പാൻ മാർക്കറ്റും ഇന്നും ഒരു 800 പോയിൻറ്റ് അഥവാ 2.3% ഫോള്. അതിന് മുകളിലുള്ള കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ ഇടിവിൽ തന്നെയാണ് ഉള്ളത്. ഇന്നലെയും നമ്മൾ ഈ ഒരു പാറ്റേണാണ്. US ഫ്യൂച്ചർ നെഗറ്റീവായിരുന്നു, അതെ, ഈ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലും കണ്ടത്. പക്ഷേ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നപ്പോൾ US മാർക്കറ്റിലെ IT കമ്പനീസ് കഴിഞ്ഞ ദിവസം ഇടിവ് രേഖപ്പെടുത്തിയത് കൊണ്ട് നമ്മളുടെ ഇൻഫോസിസ്, HCL ടെക് പോലെയുള്ള മുൻനിര IT കമ്പനീസ് ഇടിവ് രേഖപ്പെടുത്തി. എന്നാൽ ഈ ബാങ്കിങ് കമ്പനീസിൻ്റെ HDFCയും കൊട്ടാക്കും ICICIയും SBIയും തന്നെ പെർഫോമൻസ് നടത്തിയില്ലെങ്കിൽ കൂടിയും മറ്റുള്ള AU സ്മോൾ ഫിനാൻസ്, ബന്ധൻ ബാങ്ക് തുടങ്ങിയ ബാങ്കിങ് കമ്പനീസിൻ്റെ ആ ഒരു റാലി കാരണം ബാങ്ക് നിഫ്റ്റി 235 പോയിൻറ്റ് പ്ലസ്സിലാണ് ക്ലോസ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ നിഫ്റ്റിയും റിക്കവറി രേഖപ്പെടുത്തി. നിഫ്റ്റിയും ആ ഒരു തീവ്രമായിട്ടുള്ള ആ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കണ്ടില്ല എന്നുള്ളതും ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ നടന്ന ഒരു സംഗതിയാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം അത് ആവർത്തിക്കപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാമെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വരുമ്പോൾ അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് നമ്മളുടെ റിസൾട്ടുകൾ വരികയാണ്. Q4 റിസൾട്ടുകൾ വരികയാണ്. നിലവിൽ ബാങ്കിങ് കമ്പനീസിൻ്റെ എല്ലാം തന്നെ ഡെപ്പോസിറ്റ് ഉയർന്നു എന്നുള്ള ഒരു ന്യൂസുകളൊക്കെയാണ് പൊതുവേ നമ്മൾ കാണാൻ സാധിക്കുന്നത്. മേ ബി അതുകൊണ്ടാവണം. അതല്ലെങ്കിൽ FIIസിൽ ഇന്നലെ സെല്ലേഴ്സായിരുന്നു, പക്ഷേ തീവ്രമായ രീതിയിൽ FIIസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ സെല്ല് നടത്തിയിട്ടില്ല. FIIസ് 2800 കോടി രൂപയുടെ സെല്ലാണ് നടത്തിയിട്ടുള്ളത്. DIs 221 കോടി രൂപ മാത്രമാണ് ബൈ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിനർത്ഥം ഈ FIIസിൻ്റെ സ്വാഭാവികമായിട്ടുള്ള സെല്ലിൽ നിന്ന് ചെറിയ തോതിലുള്ള സെല്ല് റീറ്റെയിലേഴ്സ് മേ ബി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത് കാണണം. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലത്തെ ദിവസം ഒരു കറുത്ത ദിനമായിട്ടൊന്നും വന്നിട്ടില്ല. ഇന്ന് കാത്തിരുന്ന് കാണാം. കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളും ഉണ്ട്. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. അൾട്രാടെക് സിമെൻറ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെൻറ്റ് നിർമ്മാണ കമ്പനിയാണ് അൾട്രാടെക് സിമെൻറ്റ്. അപ്പോൾ അവരുടെ പുതിയ ഒരു സിമെൻറ്റ് പ്ലാന്റ് അവർ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. 235 കോടി രൂപ മുടക്കിയാണ് ഈ അൾട്രാടെക് സിമെൻറ്റ്, അതായത് ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് ഈ ഒരു അൾട്രാടെക് സിമെൻറ്റ് ഉള്ളത്. അപ്പോൾ അവർ വണ്ടർ വാൾക്കെയർ എന്ന് പറയുന്ന ഒരു സിമെൻറ്റ് നിർമ്മാണ കമ്പനീനെ അക്വയർ ചെയ്തു. ജിയോ ഫിനാൻസ് കമ്പനി, ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന US അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയായിട്ട് ജോയിൻറ്റ് വെഞ്ചറായിട്ട് അവർ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ പ്രൈവറ്റ് ലിമിറ്റഡ് ഫെയിം ജോയിൻറ്റ് വെഞ്ചറായിട്ട് 50-50 അവർ സ്റ്റാർട്ട് ചെയ്തു. നെസ്ലെ US കമ്പനിയാണെങ്കിൽ കൂടിയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ FMCG സെക്ടറിൽ കിറ്റ്കാറ്റ് ഉൾപ്പെടെയുള്ള പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്ന നെസ്ലെ കമ്പനി അവരുടെ 10ാമത്തെ പുതിയ പ്ലാന്റ് ഇന്ത്യയിൽ ആരംഭിച്ചു എന്നുള്ള ന്യൂസാണുള്ളത്. ജൂപ്പിറ്റർ വാഗൺ കമ്പനി
സ്ട്രട്വാനിക്ക റെയിൽവേ ഫാക്ടറി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു റെയിൽ കമ്പനീനെ അക്വയർ ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിൽ ജോയിൻറ്റ് വെഞ്ചറായിട്ട് ഒഡീഷയിൽ പുതിയ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യും. പാരാസ് ഡിഫൻസ് എന്ന് പറയുന്ന കമ്പനി ഈ ഒരു ഡിഫൻസ് സെക്ടറിലുള്ളൊരു കമ്പനിയാണ്. അവർക്ക് ഇസ്രായേലിൽ നിന്ന് ഒരു പുതിയ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. RBL ബാങ്ക് ഇവരുടെ ഡെപ്പോസിറ്റ് എല്ലാം തന്നെ ഇയർ ഓൺ ഇയർ അടിസ്ഥാനത്തിൽ ഉയർന്നുവെന്ന് കമ്പനി പറഞ്ഞു. യെസ് ബാങ്കും ഇയർ ഓൺ ഇയർ അടിസ്ഥാനത്തിൽ 8.2% ലോൺ അഡ്വാൻസ് എല്ലാം തന്നെ കൂടി എന്നുള്ള ന്യൂസ് ഉണ്ട്. ബന്ധൻ ബാങ്കും അതുപോലെ തന്നെ 10% ഇയർ ഓൺ ഇയർ ഇവരുടെ ലോണും അഡ്വാൻസും ഉയർന്നു എന്ന് ഉള്ള ന്യൂസ് ഉണ്ട്. HDFC ബാങ്കും ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനീസിലൊന്നായ HDFC ബാങ്ക് അവരുടെ 7.7% ഇയർ ഓൺ ഇയർ ഇവർക്കും വളർച്ച കൈവരിച്ചു. ബജാജ് ഫിനാൻസ് കമ്പനി ഇവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 26% ഉയർന്നു എന്ന കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ന്യൂസ് ഉണ്ട്. സൂര്യ രോഷനി കമ്പനി LED ബൾബ് നിർമ്മാതാക്കളാണ്. അവർക്ക് ഗെയിലിൻ്റെ ഭാഗത്തു നിന്ന് 116 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. യുണൈറ്റഡ് ബിവറീസ് കമ്പനി ആൽക്കഹോളിക് നിർമ്മാതാക്കളാണ്. അവരുടെ ഭാഗത്തു നിന്ന് ഗ്രാൻഡ് പ്രീമിയം ബിയർ ആംസ്റ്റൽ എന്ന് പറയുന്ന ഒരു പുതിയ ബിയർ ഇവർ ലോഞ്ച് ചെയ്തു എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.